നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് COT റിപ്പോർട്ട് എങ്ങനെ ഉപയോഗിക്കണം എന്നാണ്. COT റിപ്പോർട്ട് വായിക്കാനുള്ള ടെക്നിക്കൽ ടേംസും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. വിവിധ ടൈപ്പ് COT റിപ്പോർട്ടുകളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞു. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ആ വീഡിയോ കാണുക, അതിനുശേഷം ഈ വീഡിയോ ഒന്ന് കാണുക. ഇതിലിനി അത്തരത്തിലുള്ള ടെക്നിക്കൽ ടേംസുകളൊന്നും നമ്മൾ സംസാരിക്കില്ല, ഓൾറെഡി പറഞ്ഞതുകൊണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് COT റിപ്പോർട്ട് ട്രേഡിങ്ങിന് വേണ്ടി എങ്ങനെ ഉപയോഗിക്കുന്നതാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഈ ചാനലിലെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനലിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ്, ഫോറക്സ് ട്രേഡിംഗ്, ക്രിപ്റ്റോ കറൻസി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകളാണ്. ഇവ ഓരോന്നും ഓരോ പ്ലേലിസ്റ്റ് ആയിട്ട് ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം മുതലുള്ള വീഡിയോസ് കാണുക. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് CFTCൻ്റെ വെബ്സൈറ്റ്, കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് കമ്മീഷൻ്റെ വെബ്സൈറ്റ് ആണിത്. ഇവിടെ നോക്കിയേ, കമ്മിറ്റ്മെൻറ്റ് ഓഫ് ട്രേഡേഴ്സ് എന്ന് കാണുന്നുണ്ട്. ഇവിടെ എന്ത് ചെയ്യുക, ഈ ലെഫ്റ്റ് സൈഡിൽ കമ്മിറ്റ്മെൻറ്റ്സ് ഓഫ് ട്രേഡേഴ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനൊരു വിൻഡോ, ഇങ്ങനൊരു ഡാറ്റ നിങ്ങൾക്ക് തുറന്നു വരും. കമ്മിറ്റ്മെൻറ്റ്സ് ഓഫ് ട്രേഡേഴ്സ്, റിപ്പോർട്ട്സ്, ഡിസ്ക്രിപ്ഷൻസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തുറന്നു വരും. ഇതൊന്ന് താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്താൽ ഇത് അതിനെ പറ്റിയിട്ടുള്ള ഡാറ്റകളാണ്, നമ്മൾ പറഞ്ഞ ഡാറ്റകൾ തന്നെയാണ്. ഇവിടെ നിങ്ങൾ നോക്കി, ഡിസഗ്രിഗേറ്റഡ് റിപ്പോർട്ടുകളുണ്ട്, ട്രേഡേഴ്സ് ഇൻ ഫിനാൻഷ്യൽ ഫ്യൂച്ചേഴ്സ് റിപ്പോർട്ടുകളുണ്ട്, കറണ്ട് ലെഗസി റിപ്പോർട്ടുകളുണ്ട്, അതുപോലെ തന്നെ നോക്കിയേ സപ്ലിമെൻ്റൽ റിപ്പോർട്ടുകളുണ്ട്. നമ്മൾ പറഞ്ഞ റിപ്പോർട്ടുകളൊക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ ഏതാണ് ഇപ്പോൾ എക്സാമ്പിളായിട്ട് എടുക്കുന്നത്? നമ്മൾ ലെഗസി റിപ്പോർട്ടിൻ്റെ എക്സാമ്പിളാണ് എടുക്കുന്നത്. ലെഗസി റിപ്പോർട്ട് എടുത്ത് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ റിപ്പോർട്ടുകൾ യൂസ് ചെയ്യേണ്ടതെന്ന്. അതിനെന്ത് ചെയ്യുക, ലെഗസി റിപ്പോർട്ടിൽ ഇവിടെ ചിക്കാഗോ മെർക്കൻറ്റൈൽ എക്സ്ചേഞ്ച് നിങ്ങൾ കാണുന്നില്ലേ, ചിക്കാഗോ മെർക്കൻറ്റൈൽ എക്സ്ചേഞ്ച് എന്ന് നിങ്ങൾ കാണുന്നുണ്ട്. അവിടെ എന്ത് ചെയ്യുക, അതിൽ ഷോർട്ട് ഫോർമാറ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ലോങ് ഫോർമാറ്റ് എന്താണെന്നും ഷോർട്ട് ഫോർമാറ്റ് എന്താണെന്നും അത് ഏതൊക്കെ അവൈലബിൾ ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ഷോർട്ട് ഫോർമാറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളിവിടെ കാണുന്നതാണ് ലെഗസി റിപ്പോർട്ടാണ് നിങ്ങളിവിടെ കാണുന്നത്. നോൺ കൊമേഴ്ഷ്യൽസ് ഉണ്ട്, കൊമേഴ്ഷ്യൽസ് ഉണ്ട്, അതുപോലെ തന്നെ നോൺ റിപ്പോർട്ടബിൾ പൊസിഷൻസും ഉണ്ട്. ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ നോക്കിയാൽ നോൺ കൊമേഴ്ഷ്യൽസിൽ ലോങ് ഉണ്ട്, ഷോർട്ട് ഉണ്ട്, സ്പ്രെഡുകളുണ്ട്. കൊമേഴ്ഷ്യൽസിൽ ലോങ്, ഷോർട്ട് ഉണ്ട്. അതുപോലെ തന്നെ നോൺ റിപ്പോർട്ടബിളിലും ലോങ്ങും ഷോർട്ടും ഉണ്ട്. ഇവിടെ ഒരു സ്പ്രെഡ് എന്ന് പറയുന്നൊരു കാര്യം അധികമുണ്ട്. ഇതെന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയുള്ളൊരു പ്രശ്നം എന്താണ്, ഈ ഡാറ്റ ആകെ ഇങ്ങനെ കുഴഞ്ഞ് മറിഞ്ഞ് കിടക്കുകയാണ്. ഇതിൽ നിന്ന് വേർതിരിച്ചെടുത്ത് ഇതൊന്ന് നോക്കി അനലൈസ് ചെയ്ത് യൂസ് ചെയ്യുക എന്നുള്ളത് കുറച്ച് പണിയുള്ള കാര്യമാണ്. ഫുള്ള് സ്പ്രെഡ് ആയതുപോലെയാണ് ഉള്ളത്. ഇതൊന്ന് നോക്കി മനസ്സിലാക്കുക എന്നുള്ളത് കുറച്ച് പണിയുള്ള കാര്യമാണ്. എക്സാമ്പിൾ നോക്കാം, നോൺ കൊമേഴ്ഷ്യൽസിൻ്റെ ലോങ് പൊസിഷൻ ഇതിലേതാണ്? ഇതാണ് ലോങ് പൊസിഷൻ, ഇതാണ് ഷോർട്ട് പൊസിഷൻ, ഇതാണ് സ്പ്രെഡ് ഇവിടെയാണുള്ളത്. പക്ഷേ അതിൻ്റെ നമ്പർ ഇവിടെയാണുള്ളത്. ഇത്തരത്തിൽ ഒരുമാതിരി ഒരു സെറ്റപ്പിലാണ് ഈ ഡാറ്റ ഉള്ളത്. അതുകൊണ്ട് അത് നോക്കി മനസ്സിലാക്കുക, അത് നോക്കി പ്രൊഡിക്റ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നോൺ കൊമേഴ്ഷ്യൽസിൻ്റെ ഡാറ്റ ഉപയോഗിച്ചും കൊമേഴ്ഷ്യൽസിൻ്റെ ഡാറ്റ ഉപയോഗിച്ചും നോൺ റിപ്പോർട്ടബിളിൻ്റെ ഡാറ്റ ഉപയോഗിച്ചൊക്കെയുള്ള ട്രേഡിംഗ് സ്ട്രാറ്റജികളുണ്ട്. നമ്മൾ തൽക്കാലത്തേക്ക് ഇപ്പോൾ നോക്കുന്നത് ആരുടെയാണ്? നോൺ കൊമേഴ്ഷ്യൽസിൻ്റെ ഡാറ്റ ഉപയോഗിച്ചുള്ള മാർക്കറ്റ് പ്രൊഡിക്ഷൻ ആണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഇത്തരത്തിലുള്ളൊരു സെറ്റപ്പ് വെച്ച് നമുക്ക് എന്തായാലും മാർക്കറ്റിനെ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് അനലൈസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഞാനൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളപ്പോൾ ഇവിടെ കാണുന്നത് ഞാൻ ക്രിയേറ്റ് ചെയ്ത ടേബിളാണ്. അതായത് നേരത്തെ ഡാറ്റ വിശകലനം ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ തന്നെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം യൂസ് ചെയ്ത് ഞാൻ ക്രിയേറ്റ് ചെയ്ത ടേബിളാണ്. ഇത് ഏതിൻ്റെ ടേബിളാണ്? GBPയുടെ ടേബിളാണ്. ബ്രിട്ടീഷ് പൗണ്ടിൻ്റെ GBPയുടെ ടേബിളാണിത്. നമുക്ക് ആവശ്യമുള്ള ട്രേഡ് ചെയ്യാൻ ആവശ്യമുള്ള ഡാറ്റ മാത്രം ഉപയോഗിച്ചിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്ത ടേബിളാണിത്. അപ്പോൾ ഇവിടെ എന്തൊക്കെയുള്ളത്? ഡേറ്റ് ഉണ്ട്, ലോങ് ഉണ്ട്, ഷോർട്ട് ഉണ്ട്, ചേഞ്ച് ലോങ്, ചേഞ്ച് ഷോർട്ട്, ഓപ്പൺ ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ് ലോങ്, ഓപ്പൺ ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ് ഷോർട്ട്, നെറ്റ് പൊസിഷൻസ്. ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ ഇവിടെ ഉള്ളത്. ഇത്രയും ഡാറ്റയാണ് അപ്പോൾ നമുക്ക് ട്രേഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത്. ഇതൊക്കെ എന്താണ്? GBPയിൽ നോൺ കൊമേഴ്ഷ്യൽസിൻ്റെ ഡാറ്റയാണ്. ചേഞ്ച് ലോങ്ങുകളിലും ചേഞ്ച് ഷോർട്ടുകളിലും ചിലത് റെഡ് കളറിലാണ് കാണുന്നത്, ചിലത് ഗ്രീൻ കളറിലാണ് കാണുന്നത്. കോളം എന്താണത്? റെഡ് കളറിലുള്ളത് മൈനസ് സൂചിപ്പിക്കാനും ഗ്രീൻ കളറിലുള്ളത് പ്ലസ് സൂചിപ്പിക്കാനുമാണ്. അതായത് റെഡ് കളറിലുള്ളത് പൊസിഷനുകളുടെ ക്ലോസിങ്ങിനെ സൂചിപ്പിക്കാനും ഗ്രീൻ കളറിലുള്ളത് പൊസിഷനുകൾ ആഡ് ചെയ്യുന്നതിനെ സൂചിപ്പിക്കാനുമാണ്. 5/1/2021 വന്ന റിപ്പോർട്ട് അനുസരിച്ച് 958 പൊസിഷനുകൾ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. ആര് ഷോർട്ട് ചെയ്തിട്ടുണ്ട്? നോൺ കൊമേഴ്ഷ്യൽസ് GBPയിൽ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലോങ് പൊസിഷനിലുണ്ടായിരുന്ന 250 പൊസിഷനുകൾ അവർ ക്ലോസ് ചെയ്തിട്ടുമുണ്ട്. 958 പൊസിഷനുകൾ ഷോർട്ടിലേക്ക് ആഡ് ചെയ്തിട്ടുമുണ്ട്. ലോങ്ങിലുണ്ടായിരുന്ന 250 പൊസിഷനുകൾ ക്ലോസ് ചെയ്തിട്ടുമുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്?
ഷോർട്ടിലേക്ക് പൊസിഷനുകൾ ആഡ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? ജി ബി പിയിൽ അവരുടെ വ്യൂ അപ്പോൾ ഷോർട്ടാണ്, അതായത് ജി ബി പി താഴോട്ട് പോകുന്നതാണ് അവരുടെ വ്യൂ. അതുകൊണ്ടായിരിക്കണമല്ലോ അവർ ഷോർട്ടിലേക്ക് പൊസിഷനുകൾ ആഡ് ചെയ്തത്. അതുപോലെ തന്നെ ലോങ് ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിന് സെയിം മീനിങ് ആണ്. ലോങ് പൊസിഷനുകൾ അവർ എടുത്തത് ജി ബി പി മുകളിലേക്ക് പോകുന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ടാണ്. അത് താഴേക്ക് പോകും, തിരിച്ച് താഴേക്കാണ് പോകുന്നത് എന്ന് മനസ്സിലായത് കൊണ്ടായിരിക്കണമല്ലോ അവർ ലോങ് പൊസിഷനുകൾ ക്ലോസ് ചെയ്തത്. നമ്മളപ്പോൾ EUR GBP എന്നുള്ള പെയർ നമ്മൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്തിട്ടുണ്ട്. EUR GBP ഇവിടെ ഉള്ളത് ജി ബി പിയുടെ ഡാറ്റയാണ്, ഇവിടെ ഉള്ളത് പെയർ സെലക്ട് ചെയ്തത് EUR GBP ആണ്. ഇതെങ്ങനെ ഉപയോഗിക്കുന്നു നോക്കിക്കോളൂ. ഇവിടെ ഷോർട്ടിലേക്കാണ് ആഡ് ചെയ്തിട്ടുള്ളത്. 5/1/2021 വന്ന റിപ്പോർട്ട് പ്രകാരം ഷോർട്ടിലേക്കാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം ജി ബി പി താഴേക്ക് പോകുന്നതാണ്. ജി ബി പി താഴേക്ക് പോകുന്നതാണ്. ജി ബി പി താഴേക്ക് പോയാൽ ഈ പെയർ എന്താകും? EUR GBP അത് മുകളിലേക്ക് പോകും. നിങ്ങൾക്കറിയാം പെയറിൻ്റെ കാര്യം നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ജി ബി പി താഴേക്ക് പോയാൽ EUR GBP എന്നുള്ള പെയർ എന്താണ്? മുകളിലേക്കാണ് പോവുക. ആ കാര്യം നിങ്ങൾക്കറിയാലോ. അതുപോലെ തന്നെ എന്താണ് 23/2/2021 നോക്കിയേ, ലോങ്ങിലേക്കാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഷോർട്ടിലെ പൊസിഷനുകൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ലോങ്ങിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്, ഷോർട്ടിലെ പൊസിഷനുകൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? ജി ബി പി മുകളിലേക്ക് പോകും. ഈ ഡാറ്റ പ്രകാരം ജി ബി പി മുകളിലേക്ക് പോകും. ജി ബി പി മുകളിലേക്ക് പോയാൽ ഈ പെയർ എങ്ങോട്ടേക്കാണ് പോകുക? താഴോട്ടേക്കാണ് പോകുക. ജി ബി പി മുകളിലേക്ക് പോകുമ്പോൾ ഈ പെയർ താഴോട്ടേക്കാണ് പോകുക. നമ്മളവിടെ ഷോർട്ട് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ കേസ് അത് വളരെ സിമ്പിളാണ്, ട്രെൻഡാണ്. ട്രെൻഡ് എങ്ങനെയാണെന്ന് നോക്കുക. മുകളിലേക്ക് ഇങ്ങനെ മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നു. മുകളിലേക്ക് സ്റ്റാർട്ട് ചെയ്തു മാർക്കറ്റ്. മുകളിലേക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് കണ്ടു? ജി ബി പിയിലേക്ക് ഷോർട്ടിലേക്ക് പൊസിഷനുകൾ ആഡ് ചെയ്ത് വരുന്നത് കണ്ടു. ഷോർട്ടിൽ ഫുള്ള് ഗ്രീന് കണ്ടു. ഈ ടേബിളിൽ നിങ്ങൾ ഷോർട്ടിൽ ഫുള്ള് ഗ്രീന് കണ്ടു. ഷോർട്ടിലേക്ക് കൂടുതൽ പൊസിഷൻസ് ആഡ് ചെയ്ത് വരുന്നത് കണ്ടു. ഷോർട്ടിലേക്കുള്ള പൊസിഷനുകൾ ആഡ് ചെയ്ത് വരുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഷോർട്ടിലേക്ക് ആഡും ചെയ്യുന്നുണ്ട്, ലോങ്ങിൽ ഇത് ക്ലോസും ചെയ്യുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? ജി ബി പിയിൽ ഷോർട്ടാണ്. നോൺ കൊമേഴ്ഷ്യൽസ് ജി ബി പിയിൽ ഷോർട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ EUR GBP മുകളിലേക്ക് തന്നെ പോകും. അപ്പോൾ ഈ ട്രെൻഡ് എന്താകും? കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. രണ്ടാമത്തെ കേസിലുണ്ടാകുന്നത്, രണ്ടാമത്തെ കേസിൽ EUR GBP താഴേക്ക് സ്റ്റാർട്ട് ചെയ്തു. താഴേക്കുള്ളൊരു മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നിങ്ങളിവിടെ നോക്കിയപ്പോൾ നിങ്ങൾ എന്ത് കണ്ടു? ലോങ്ങിലേക്ക് ജി ബി പിൻ്റെ ടേബിളിൽ ലോങ്ങിലേക്ക് ജി ബി പിൻ്റെ റിപ്പോർട്ടിൽ, ലെഗസി റിപ്പോർട്ടിൽ ലോങ്ങിലേക്ക് നോൺ കൊമേഴ്ഷ്യൽസ് പൊസിഷനുകൾ ആഡ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടു. അപ്പോൾ ജി ബി പിയിൽ ലോങ്ങിലേക്ക് പൊസിഷനുകൾ ആഡ് ചെയ്യുന്നു, ഷോർട്ടിലെ പൊസിഷനുകൾ അവർ ക്ലോസ് ചെയ്യുകയും ചെയ്യുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? ലോങ്ങിലേക്ക് ആഡ് ചെയ്യുന്നു, ഷോർട്ടിലെ പൊസിഷനുകൾ അവർ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ജി ബി പി ലോങ് ആണ്. EUR GBP അപ്പോൾ എന്താണ്? താഴേക്കുള്ള ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യും. താഴേക്കുള്ള ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് താഴേക്ക് തന്നെ വീഴും. മൂന്നാമത്തെ കേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത്തെ കേസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മുതൽ കുറച്ച് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിച്ചിരിക്കുക. മാർക്കറ്റ് താഴേക്ക് പോകുന്നു. മാർക്കറ്റ് താഴേക്ക് പോകാൻ സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾ റിപ്പോർട്ട് നോക്കും എന്ത് കാണുന്നു? ജി ബി പിയുടെ ടേബിളിൽ ഷോർട്ടിലേക്ക് കൂടുതൽ പൊസിഷൻസ് ആഡ് ചെയ്ത് വരുന്നു. ജി ബി പിയിലപ്പോൾ ഷോർട്ടിൽ കൂടുതൽ പൊസിഷൻ വരുമ്പോൾ EUR GBP എന്താവണം? മുകളിലേക്കല്ലേ പോകേണ്ടത്? തിരിച്ച് മുകളിലേക്കല്ലേ പോകേണ്ടത്? ഷോർട്ടിൽ കൂടുതൽ പൊസിഷൻ വരുമ്പോൾ EUR GBP മുകളിലേക്കല്ലേ പോകേണ്ടത്? ഇവിടെ നിങ്ങളപ്പോൾ മാർക്കറ്റ് ചെറുതായിട്ട് മുകളിലേക്ക് ഇങ്ങനെ ഒരു റിജക്ഷൻ കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ലോങ് എൻട്രി എടുക്കുന്നു. EUR GBPയിൽ ലോങ് എൻട്രി എടുക്കുന്നു. എന്തുകൊണ്ടാണ്? നിങ്ങളിവിടെ കാണുന്നു GBP നോൺ കൊമേഴ്ഷ്യൽസ് ഷോർട്ട് ചെയ്യുന്നുണ്ട്. GBP ഷോർട്ട് ചെയ്യുമ്പോൾ EUR GBP മുകളിലേക്കാണ് പോകുന്നത്. അങ്ങനെ കണ്ടിട്ട് നിങ്ങളിവിടെ ലോങ് പൊസിഷൻ എടുക്കുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക എന്നറിയോ? നോൺ കൊമേഴ്ഷ്യൽസിൻ്റെ ഒരു ട്രാപ്പാണിത്. ഈ നോൺ കൊമേഴ്ഷ്യൽസ് എന്ത് ചെയ്യും? നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർ ഇവിടെ ലോങ് എടുക്കുന്ന ഈ എൻട്രികളിൽ അവരെന്ത് ചെയ്യും? ആ എൻട്രികൾ മുതലെടുത്തുകൊണ്ട് അവർ പിന്നെയും ഇത് ഷോർട്ട് ചെയ്യും. അഥവാ ജി ബി പിയിൽ അവർ പിന്നെയും ലോങ് പൊസിഷൻസ് ആഡ് ചെയ്യും. മാർക്കറ്റ് തിരിച്ച് താഴേക്ക് തന്നെ വരും. നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റാകും. അപ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള റിജക്ഷനുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് ഇതിൽ നിന്ന് ഇത്തരത്തിലുള്ള ട്രാപ്പുകളിൽ നിന്ന് ഒഴിവാക്കുക? അതിനെന്ത് ചെയ്യുക? നിങ്ങൾ ഈ എൻട്രി എടുക്കുമ്പോൾ ഒരു കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ഇപ്പോൾ താഴേക്ക് വരുന്നു, EUR GBP താഴേക്ക് വരുന്നു. താഴേക്ക് ഇവിടെ എത്തുമ്പോൾ ചേഞ്ച് ഷോർട്ട് എന്നുള്ളെടുക്കുക. ഷോർട്ടിലേക്ക് കൂടുതൽ പൊസിഷൻസ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ലോങ്ങിലെ പൊസിഷനുകൾ ക്ലോസ് ചെയ്യുന്നുണ്ടോ എന്ന്. ഷോർട്ടിലേക്ക് പൊസിഷനുകൾ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക ലോങ്ങിലെ പൊസിഷനുകൾ അവിടെ ക്ലോസ് ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് നോക്കുക. അവിടെ ക്ലോസ് ചെയ്യപ്പെടുന്നില്ലെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക? ഇവിടെ ലോങ്ങിലെ പൊസിഷനുകൾ ക്ലോസ് ചെയ്യപ്പെടുന്നില്ലെങ്കിൽ അതിൻ്റെ ഒരു അർത്ഥം എന്താ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ലോങ്ങിലെ പൊസിഷനുകൾ ഈ നോൺ കൊമേഴ്ഷ്യൽസ് ക്ലോസ് ചെയ്യുന്നില്ല, അവർ ഹോൾഡ് ചെയ്ത് വെക്കുകയാണ്. എന്തുകൊണ്ടാണത്?
അവരുടെ കൺസെപ്റ്റിൽ GBP വീണ്ടും ലോങ് തന്നെയാണ്. അതുകൊണ്ടാണ് അവരത് ക്ലോസ് ചെയ്യാത്തത്. GBP അപ്പോൾ വീണ്ടും താഴേക്ക് തന്നെയാണ് പോകുക. ഇവിടെ അപ്പോൾ എങ്ങനെയാണ് ഈ ഷോർട്ടിലേക്ക് കുറച്ച് ആഡ് വന്നത്? അത് അവരുടെ ഒരു ട്രാപ്പാണ്. അവരെന്ത് ചെയ്യും? ഷോർട്ട് ചെയ്യും. മാർക്കറ്റ് ഇങ്ങനെ ചെറുതായിട്ട് റിജക്ഷൻ കാണിക്കുമ്പോൾ അവർ പിന്നെ എന്ത് ചെയ്യും? ലോങ് പൊസിഷനുകൾ ആഡ് ചെയ്തിട്ട് GBP എന്നുള്ളത് താഴോട്ട് തന്നെ പോകും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു അപകടം, ഈ ഒരു ട്രാപ്പ് ഒഴിവാക്കാൻ സാധിക്കുക? ഷോർട്ടിലേക്ക് ആഡ് ചെയ്യുന്നത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക? ലോങ്ങിലെ പൊസിഷനുകൾ ക്ലോസ് ചെയ്തിട്ടുണ്ടോ നോക്കുക. അടുത്തത് എന്താണ്? സെയിം സിറ്റുവേഷൻ ആണ്. നാലാമത്തെ കേസ് സെയിം സിറ്റുവേഷൻ ആണ്. നോക്കുക, നിങ്ങൾ GBP മുകളിലേക്ക് പോകുന്നു. നിങ്ങൾ എന്ത് കാണുന്നു? ലോങ്ങിലേക്ക്, ഈ ഒരു സൈഡ് ലോങ്ങിലേക്ക് കൂടുതൽ പൊസിഷൻ ആഡ് ചെയ്യുന്നത് നിങ്ങൾ കാണുന്നു. GBP എന്തുകൊണ്ടാണ് മുകളിലേക്ക് പോയത്? GBP ഷോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. അത് അത്രയും നേരം എന്താണ്? GBPയിൽ ഷോർട്ടിംഗ് ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് GBP മുകളിലേക്ക് പോയി. ഇവിടെ എത്തുമ്പോൾ നിങ്ങൾ എന്ത് കാണുന്നു? മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് മുകളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ എന്ത് കാണുന്നു? ഇവിടെ നോൺ കൊമേഴ്ഷ്യൽസ് എന്ത് ചെയ്യുന്നു? ഇവിടെ ലോങ് പൊസിഷനുകൾ ആഡ് ചെയ്യുന്നു. ലോങ് പൊസിഷൻ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? GBP മുകളിലേക്ക് പോകും, GBP താഴേക്ക് പോകും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്നു? ശ്രദ്ധിക്കാതെ GBP ചെറിയൊരു റിജക്ഷൻ കാണിക്കുമ്പോൾ ശ്രദ്ധിക്കാതെ, ഈ ഡാറ്റ ശ്രദ്ധിക്കാതെ നിങ്ങളിവിടെ ഷോർട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണ്? ഇവിടെയും നിങ്ങളെ നോൺ കൊമേഴ്ഷ്യൽസിൻ്റെ ആ ഒരു മാർക്കറ്റ് ട്രാപ്പ് ചെയ്ത് ഇത് മുകളിലേക്ക് തന്നെ പോകും. എന്തുകൊണ്ടാണത് മുകളിലേക്ക് പോകുന്നത്? എന്താണ് അവിടെയുള്ള കേസ്? ഇവിടെ വരെ എത്തുന്നു, ഇവിടെ ലോങ് പൊസിഷനുകൾ ആഡ് ചെയ്യുന്നത് കണ്ടിട്ട്, GBPയിൽ ലോങ് ആണെന്ന് കണ്ടിട്ട് GBP നിങ്ങൾ ഷോർട്ട് ചെയ്യാൻ നിൽക്കുന്നു. പക്ഷേ അവിടെ എന്ത് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല? ഈ ചേഞ്ച് ഷോർട്ട് എന്നുള്ള കോളത്തിലേക്ക് ശ്രദ്ധിക്കുന്നില്ല. ഇവിടെ അപ്പോൾ എന്തായിരിക്കണം നിർബന്ധമായിട്ടും? ഇവിടെ ലോങ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ GBP താഴേക്ക് തന്നെയാണ് പോകേണ്ടത്, GBPയിൽ ലോങ് ആവണ്ടെങ്കിൽ. പക്ഷെ അവിടെയുള്ളൊരു കണ്ടീഷൻ എന്താണ്? അതിന് കണക്കായിട്ട് ഇവിടെ ഷോർട്ട് ക്ലോസും ചെയ്തിരിക്കണം. ലോങ് ആഡ് ചെയ്താൽ മാത്രം പോരാ, അതിന് കണക്കായിട്ട് നിങ്ങളിവിടെ നോക്കണം ഷോർട്ട് ക്ലോസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ടോ നോക്കണം. അല്ലാതെ ഷോർട്ട് അവരിവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്, അഥവാ ഷോർട്ടിലും ആഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഷോർട്ട് പൊസിഷൻസ് അവർ ക്ലോസ് ചെയ്യുന്നില്ല, ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ ലോങ് കണ്ടാലും നിങ്ങളവിടെ ആ ലോങ് വെച്ച് ഈ ഒരു ഡാറ്റ വെച്ചിട്ട് മാത്രം നിങ്ങൾ എൻട്രി എടുക്കാൻ നിൽക്കരുത്. ഇത്തരത്തിൽ നിങ്ങൾ ട്രാപ്പായി പോകും. ഇത്തരത്തിൽ നോൺ കൊമേഴ്ഷ്യൽസ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് ലാഭം ഉണ്ടാക്കും. നമ്മളെപ്പോലെ റീറ്റെയിൽ ട്രേഡേഴ്സ് അവിടെ ട്രാപ്പായി പോകും. അവർ ഇത്തരത്തിലുള്ള റിജക്ഷൻ ഉപയോഗിച്ച് നല്ല പൊസിഷൻസ് എടുത്ത് വലിയ ലാഭം ഉണ്ടാക്കും. അപ്പോൾ അഞ്ചാമത്തെ കേസ്, മാർക്കറ്റ് നമ്മൾ പറഞ്ഞതുപോലെ മുകളിലേക്ക് തന്നെ കാണിക്കുന്നു, മുകളിലേക്ക് ഇങ്ങനെ കാണിക്കുന്നു. ഇവിടെ നിങ്ങൾ എന്ത് കാണുന്നു? ലോങ്ങിലേക്ക് പെട്ടെന്ന് പൊസിഷനുകൾ ആഡ് ആവുന്നത് നിങ്ങൾ കാണിക്കുന്നു. ഇത്രയും നേരം ഷോർട്ടിലേക്കാണ് ആഡ് ആയത്, GBP ഷോർട്ടാണ് ചെയ്തത്, അതുകൊണ്ടാണ് GBP മുകളിലേക്ക് പോകുന്നത്. മുകളിലേക്ക് പോകുമ്പോൾ ഒരു സ്ഥലത്തെത്തുമ്പോൾ നിങ്ങൾ എന്ത് കാണുന്നു? പെട്ടെന്ന് ലോങ്ങിലേക്ക് പൊസിഷനുകൾ ആഡ് ആവുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഷോർട്ടിലെ പൊസിഷനുകൾ ക്ലോസ് ആകുന്നത് നിങ്ങൾ കാണുന്നു. ലോങ്ങിലേക്ക് ആഡും ആവുന്നത് കാണുന്നു, ഷോർട്ടിലെ പൊസിഷനുകൾ ക്ലോസ് ആവുന്നു ചെയ്യുന്നത് നിങ്ങൾ കാണുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? പെട്ടെന്ന് തന്നെ അപ്പോൾ അവിടെ റിജക്ഷൻ ഉണ്ടാകും, തിരിച്ച് മാർക്കറ്റ് താഴേക്ക് തന്നെ പോകും. എന്തുകൊണ്ടാണ്? ലോങ്ങിലെ പൊസിഷനുകൾ ആഡ് ആക്കുന്നുമുണ്ട്, അവർ ഷോർട്ടിലേത് നോൺ കൊമേഴ്ഷ്യൽസ് ക്ലോസ് ചെയ്യുന്നുമുണ്ട്. അതുകൊണ്ടെന്നാണ് മാർക്കറ്റ് റിവേഴ്സലായിട്ട് വീണ്ടും GBP താഴേക്ക് തന്നെ വരും. അപ്പോൾ കേസ് ആർ എന്തായിരിക്കും? നമ്മളിപ്പോൾ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ്, മാർക്കറ്റ് താഴേക്ക് വീഴുകയാണ്. മാർക്കറ്റ് താഴേക്ക് ചെറുങ്ങനെ വീഴാൻ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ അർത്ഥം എന്താണ്? GBPയിൽ ലോങ് പൊസിഷനുകൾ അരക്കി എടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് GBP താഴേക്ക് വീഴുന്നത്. GBPയിൽ ലോങ് പൊസിഷനുകൾ അരക്കി എടുത്തിട്ടുണ്ട്. മാർക്കറ്റ് താഴേക്ക് വീഴുമ്പോൾ നിങ്ങൾ എന്ത് കാണുന്നു? പെട്ടെന്ന് ഷോർട്ട് പൊസിഷനുകൾ GBPയിൽ ആഡ് ചെയ്യുന്നതായിട്ട് കാണുന്നു. ഷോർട്ട് പൊസിഷനുകൾ പെട്ടെന്ന് ഈ ഒരു ഏരിയയിൽ ഷോർട്ട് പൊസിഷനുകൾ പെട്ടെന്ന് ആഡ് ചെയ്യുന്നതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ ലോങ് ക്ലോസ് ചെയ്യുന്നതായിട്ടും കാണുന്നു. ഷോർട്ട് ആഡ് ചെയ്യുന്നുണ്ട്, ലോങ് ക്ലോസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? ഷോർട്ട് ആഡ് ചെയ്യുകയും ലോങ് ക്ലോസ് ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്താണ്? GBP താഴോട്ടാണ് പോകുക, GBP പെട്ടെന്ന് തന്നെ എന്താണ്? മുകളിലേക്ക് തിരിച്ചൊരു റിജക്ഷൻ കാണിച്ച് മാർക്കറ്റ് റിവേഴ്സൽ സൈനാണത്. അപ്പോൾ അതാണ് നമ്മുടെ 6 കേസുകൾ. മറ്റൊരു കാര്യം നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? 2 സ്ഥലത്തും നെഗറ്റീവാണ് കാണുന്നത്. അതായത് ചേഞ്ച് ലോങ്ങിലും നിങ്ങൾ നെഗറ്റീവ് കാണുന്നു, ചേഞ്ച് ഷോർട്ടിലും നിങ്ങൾ നെഗറ്റീവ് കാണുകയാണെങ്കിൽ അത് നിങ്ങൾ മൈൻഡ് ആക്കേണ്ട കാര്യമില്ല. കാരണം എന്ത് ട്രെൻഡാണോ പോകുന്നത് ആ ട്രെൻഡ് പോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാനോ ചെറിയൊരു കൺസോൾട്ടേഷൻ പോലെ അവിടെ വരാനാണോ സാധ്യത, അത്തരത്തിലാണ് അവിടെ സാധ്യത. ട്രെൻഡ് റിവേഴ്സലിനോ ട്രെൻഡ് പ്രെഡിക്റ്റ് ചെയ്യാനോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഡാറ്റ ഉപയോഗിച്ച് പറ്റില്ല. രണ്ടും ഒരുപോലെയാണെങ്കിൽ, അതായത് രണ്ടും നെഗറ്റീവ് ആണെങ്കിലും രണ്ടും പോസിറ്റീവ് ആണെങ്കിലും, രണ്ടും ഒരേപോലെ ഏകദേശം ഒരേ നമ്പർ നെഗറ്റീവും പോസിറ്റീവും ആണെങ്കിൽ നിങ്ങൾ കാര്യമാക്കേണ്ട കാര്യമില്ല. എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? ഇവിടെ വരുന്ന ചേഞ്ചുകളാണ്. ഇത് എങ്ങോട്ടാണ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്? അതായത് ഇതിങ്ങനെ ഈ പോസിറ്റീവ് ഉള്ളത് നെഗറ്റീവിലേക്കാണോ പോകുന്നത്, റെഡിലേക്കാണോ പോകുന്നത്, അഥവാ റെഡ് ഉള്ളത് ഗ്രീനിലേക്കാണോ പോകുന്നത്, ഗ്രീന് വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണോ, അത്തരത്തിൽ ഈ കളർ ചേഞ്ചും ഇവിടെ ഈ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ,
അഥവാ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. മറ്റ് ചില കേസുകൾ നിങ്ങൾ നോക്കുക. മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു. മുകളിലേക്ക് പോയി ഇവിടെ എത്തുമ്പോൾ നിങ്ങൾ എന്ത് കാണുന്നു? മാർക്കറ്റ് എന്തുകൊണ്ടാണ് മുകളിലേക്ക് പോയത്? GBP എന്തുകൊണ്ടാണ് മുകളിലേക്ക് പോയത്? GBP കുറേ ആൾക്കാർ ഷോർട്ട് ചെയ്തതുകൊണ്ട് മുകളിലേക്ക് പോകുന്നു. നിങ്ങൾ എന്ത് കാണുന്നു? അപ്പോൾ ഇവിടെ എന്താണ്? ഷോർട്ട് ചെയ്ത പൊസിഷനുകൾ ക്ലോസ് ചെയ്യുന്നു. പക്ഷേ എന്താണ്? ലോങ്ങിലേക്ക് ആഡ് ചെയ്യുന്നില്ല. ഷോർട്ട് ചെയ്ത പൊസിഷനുകൾ ക്ലോസ് ചെയ്യുന്നുണ്ട്, അതായത് ഷോർട്ട് ചെയ്ത പൊസിഷനുകൾ ലാഭം കിട്ടി ക്ലോസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താണ്? ലോങ്ങിലേക്ക് ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ എന്താണ്? അവിടെ മാർക്കറ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് ഒന്നിക്കലും മാർക്കറ്റ് മുകളിലേക്ക് പോകും, അല്ലെങ്കിൽ മാർക്കറ്റ് താഴേക്ക് പോകും. അവിടെ ഒരു വെയിറ്റിംഗ് പീരീഡാണ് ഉണ്ടാകുക എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെയാണ് തിരിച്ചിട്ട് മാർക്കറ്റ് താഴേക്ക് വരുമ്പോൾ, അതായത് GBP താഴേക്ക് വരണ്ടെങ്കിൽ GBPയിൽ ലോങ് പൊസിഷനുകൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കുമല്ലോ. അപ്പോൾ താഴേക്ക് വന്ന് ഒരു സ്ഥലത്തുമ്പോൾ ലോങ്ങിലെ പൊസിഷനുകളൊക്കെ ക്ലോസ് ചെയ്യുന്നു. പക്ഷേ നിങ്ങൾ എന്ത് കാണുന്നില്ല? ഷോർട്ടിലേക്ക് പുതിയ പൊസിഷനുകൾ ആഡ് ചെയ്യുന്നതും കാണുന്നില്ല. ലോങ്ങിലേത് ക്ലോസ് ചെയ്യുന്നത്, ഷോർട്ടിലേത് പുതിയത് ആഡ് ചെയ്യുന്നത് നിങ്ങൾ കാണുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള കേസിൽ എന്താണ്? മാർക്കറ്റ് ഇങ്ങനെ ഒരു കൺസോൾട്ടേഷൻ പോലെ ഒരു തീരുമാനം എടുക്കാത്ത രീതിയിലാണ് മാർക്കറ്റ് ഉണ്ടാകുക. മുകളിലേക്കും താഴേക്കല്ല പോയി ഒരു തീരുമാനം എടുക്കാത്ത രീതിയിൽ ഉണ്ടാകും. പിന്നീട് മുകളിലേക്കാണോ താഴേക്കാണോ പോകുന്നത് എന്നുള്ളത്, ഇവിടെ ഏതിലാണ് ആഡ് ചെയ്യുന്നത് എന്നുള്ളത് അനുസരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് തിരിച്ചിട്ടോ അല്ലെങ്കിൽ താഴേക്ക് കണ്ടിന്യൂ ചെയ്യുകയോ ചെയ്യും. ഇനി ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന ഈ ടേബിളാണ്, ഇത്തരത്തിലുള്ള ടേബിളാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ, നിങ്ങൾക്ക് ഇതാണ് ഉപയോഗിക്കാൻ എളുപ്പമെങ്കിൽ, നിങ്ങൾക്ക് ഇതാണ് ആവശ്യമെങ്കിൽ എന്ത് ചെയ്യുക? ടെലിഗ്രാമിൽ തീർച്ചയായിട്ടും മെസ്സേജ് ചെയ്യുക.